നമസ്കാരം. എനിക്കെതിരെ തെളിവില്ല എന്ന് രാഹുൽ മാങ്കൂട്ടവും രാഹുലിന്റെ കിങ്കരന്മാരും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. രാഹുലിനെതിരെ കൃത്യമായ ഓരോ തെളിവുകളും അന്വേഷണ സംഘം ഇപ്പോൾ സ്വരുക്കൂട്ടുകയാണ്. ബംഗളൂരു ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വിലങ്ങ് അണിയിക്കാനുള്ള ഒരു നിർണായക തെളിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതോടെയാണ് പോലീസ് ബംഗളൂരിലേക്ക് വച്ചുപിടിച്ചത്. 2 യുവതികളാണ് ഗർഭചിത്രത്തിന് വിധേയരായത്. ഇതിൽ ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് പോലീസ് നേരിട്ട് മൊഴിയെടുക്കും. രാഹുലിനെതിരെ യുവതി മൊഴി നൽകിയാൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷണം ഉണ്ടാകും, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. യുവതിയിൽ നിന്നും പരാതിയും രാഹുലിനെതിരെ മൊഴിയും ഉൾപ്പെടെ ലഭിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായി ചില വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭീഷണികൾ മുന്നിൽ കണ്ടുകൊണ്ട് അതോടൊപ്പം ജീവന് ഭീഷണിയുള്ളത് കൊണ്ടാണ് യുവതികൾ പരാതികൾ നൽകാത്തത്. നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശം അയച്ചുവെന്നും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്യുകയും സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്ക് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റം ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ എഫ്ഐആർ പുറത്തു വന്നിരുന്നു. 10 പരാതികളാണ് മൊത്തത്തിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആറിൽ ഇട്ടിട്ടുള്ളത്. ഇതിൽ 2 പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ടാണ്. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എഫ്ഐആർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഇങ്ങനെയാണ്. അതായത് സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രതി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു, സ്ത്രീകളുടെ മാനസിക പീഡനത്തിന് ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുവെന്നും നിർബന്ധിത ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന മെസ്സേജുകൾ അയച്ചുവെന്നും ഭീഷണിപ്പെടുത്തി. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയ പരാതിയിലാണ് നേരിട്ടൊരു അന്വേഷണം പ്രധാനമായും ഉണ്ടായത്. ബാക്കി പരാതികളെല്ലാം ഇമെയിൽ വഴി ആണ് ലഭിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് രാഹുൽ നിയമസഭയിൽ വന്നാൽ അത് തെറ്റായ ഒരു സന്ദേശം ജനങ്ങൾക്ക് ലഭിക്കുമെന്നും മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ചർച്ചാ വിഷയം ആകുമെന്നും മാത്രമല്ല, ഭരണപക്ഷത്തെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നിയമസഭയിൽ വരരുത് എന്ന് സതീഷ് പറയുമ്പോഴും രാഹുലിന്റെ ടീമിനോടും ഷാഫിയോടും അകൽച്ചയിൽ നിൽക്കാൻ സതീഷിന്റെ തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.